നമ്മുടെ നിരത്തുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മുടെ റോഡുകളുടെ രണ്ട് വശത്തും എത്രയോ പ്ലാസ്റ്റിക് ചാക്കുകളാണ് വേസ്റ്റുകളുമായിട്ട് കിടക്കുന്നത്. എത്രയോ പ്ലാസ്റ്റിക് കൂടുകളിലാണ് മനുഷ്യൻ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സൃഷ്ടിയുടെ മകുടമായിട്ടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ പാലകനായിട്ടാണ് അവനെ ഈ പ്രപഞ്ചം ദൈവം കയ്യിലേൽപ്പിച്ചത്. എന്നാൽ ഈ പ്രപഞ്ചത്തെ പാലിക്കുന്നതിൽ നിന്നും മനുഷ്യൻ ഇന്ന് പ്രപഞ്ചത്തിന് ഭാരമായിക്കൊണ്ടിരിക്കുകയാണ്. അക്രമവാസനകൾ പെരുകി തമ്മിൽ തല്ലിക്കൊല്ലാൻ യാതൊരു മടിയുമില്ല. ജീവിതത്തിൽ ആസക്തികളുടെയും ലഹരികളുടെയും അടിയിൽപ്പെട്ട് മനുഷ്യൻ എന്തെല്ലാം തിന്മകളാണ് കാട്ടിക്കൂട്ടുന്നത്. പ്രകൃതിയെ പാലിക്കുന്നതിന് പകരം പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും പ്രകൃതിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കാണുകയും സാക്ഷികളാവുകയും ചെയ്യുന്നത്. ഈ ഒരു കാലത്ത് നമുക്ക് പ്രകൃതിയോടുള്ള കടപ്പാട് ഓർമ്മിക്കാം. ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നത് അടുത്ത ഒരു തലമുറയ്ക്ക് കൈമാറേണ്ടവരാണ് നമ്മൾ. ഈ നോമ്പ് കാലത്ത് വീടിനകത്ത് ചെറിയ ഒരു ചെടിയോ ചെറിയ ഒരു മരത്തൈയോ നട്ടുകൂടെ? അത്രയും പച്ചപ്പും അത്രയും ഓക്സിജനും നമുക്ക് ഈ ലോകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൂടെ? ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് ആനുപാതികമായി ഈ പ്രപഞ്ചത്തിൻ്റെ പുനർനിർമ്മിതിയിൽ നമുക്ക് സഹകരിച്ചുകൂടെ?